എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതിൽ നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെക്കുകയോ ബീറ്റർ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാലും വളരെ സോഫ്റ്റും പെർഫെക്റ്റും ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ബ്ലൂബെറിയും ക്രാൻബെറിയും സ്ട്രോബെറിയും ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരി കറുത്തതും ഒരു 1/4 കപ്പ് റേസിൻസും എടുത്തിട്ടുണ്ട്. ഈ ക്രാൻബെറിക്കും ബ്ലൂബെറിക്കും ഒക്കെ പകരം നിങ്ങൾക്ക് ചെറി ചേർത്ത് കൊടുക്കാം. എനിക്ക് ചെറി കിട്ടാത്തത് കൊണ്ടാണ് ഇത് യൂസ് ചെയ്തത്. ഇനി ഒരു 4-5 ഈന്തപ്പഴം കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് നമുക്ക് ഷുഗർ ക്യാരമൽ ചെയ്യാനായിട്ട് 1 കപ്പ് ഷുഗർ ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഷുഗറിൻ്റെ അടിഭാഗം ഒന്ന് ക്യാരമലായി വന്നു കഴിയുമ്പോൾ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. നല്ല അടികട്ടിയുള്ള പാത്രമാണെങ്കിൽ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഷുഗർ ക്യാരമൽ ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ കുറച്ച് വെള്ളം അപ്പുറത്തെ സ്റ്റൗവിൽ തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കണം. നമ്മളിതിലോട്ട് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. നമ്മുടെ ഷുഗറെല്ലാം നല്ലപോലെ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് നല്ലപോലെ അലിഞ്ഞ് ഒരു ക്യാരമൽ സിറപ്പായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. ഒട്ടും തീ കൂട്ടി വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മെൽറ്റായി ക്യാരമൽ സിറപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ലോ ഫ്ലെയിമിൽ തന്നെ കണ്ടോ, ഇതുപോലൊന്ന് തിളച്ച് ഒന്ന് പതഞ്ഞു വരും. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി കൊടുത്ത് നമുക്ക് എത്ര കളറിൽ വേണോ നമ്മുടെ ക്യാരമൽ സിറപ്പ് അതനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് എത്ര ഡാർക്ക് ആക്കണോ അതനുസരിച്ച് ഒന്ന് ഡാർക്ക് ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു കളറിൽ തന്നെയാണ് എടുക്കുന്നത്. ഇതുപോലെ നല്ലപോലെ ഒന്ന് തിളച്ച് പത വന്ന് കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് വേണം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് മാറി നിന്ന് വേണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനും. കുറച്ചൊഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് 3-4 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്താണ് ഇളക്കി എടുക്കുന്നത്. ഇപ്പം ഞാൻ മുഴുവൻ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാരമൽ സിറപ്പ് നല്ലപോലെ ഒന്ന് തിളച്ചും വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് മധുരമുള്ള ഫ്രൂട്ട്സ് കൂടുതലും പുളിയുള്ള ഫ്രൂട്ട്സ് കുറച്ചും വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയാണ്. നിങ്ങൾക്കിത് ഓറഞ്ച് സെസ്റ്റ് ആക്കിയതിന് ശേഷം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ തൊലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വൈറ്റ് പാർട്ട് വരാതെ വേണം ഈ തൊലിയെല്ലാം നമ്മൾ പീൽ ചെയ്തെടുക്കാനായിട്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാങ്ങിച്ച ഓറഞ്ച് ജ്യൂസ് മധുരമില്ലാത്തതാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞ് അരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ നട്ട്മെഗ് പൗഡറാണ്, 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക നമ്മുടെ കേക്കിന്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നമ്മുടെ ക്യാരമൽ സിറപ്പും നല്ലപോലെ ഒന്ന് കുറുകി നമ്മൾ ചേർത്ത് കൊടുത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വീർത്ത് വരണം. അതേ നമ്മൾ ചേർത്ത് കൊടുത്ത ഉണക്കമുന്തിരിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വീർത്ത് വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ നല്ലപോലെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ക്യാരമൽ സിറപ്പ് ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കുറുക്കിയെടുക്കരുത്, അങ്ങനെയാണെങ്കിൽ തണുത്ത് പോയാൽ തിക്കായി പോകും. ഇപ്പം ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കുറച്ച് വെള്ളത്തോടു കൂടി വേണം നമ്മൾ തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാനായിട്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇത്രയും വെള്ളമെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് കട്ടിയായി പോകും. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ അതിൻ്റെ നല്ല ചൂടെല്ലാം ഒന്ന് മാറി ചെറുതായി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ തണുത്തപ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു അരിപ്പയിലോട്ട് 1/2 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ടാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡറാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് നട്ട്മെഗിൻ്റെ പൗഡറും ഒരു പിഞ്ച് ഗ്രാമ്പൂവിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയപ്പോൾ ഇത് ചേർത്തുകൊണ്ടാണ് അത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തത്.
ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് മിക്സാക്കിയിട്ട് അരിച്ചെടുത്താൽ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്ന ഒഴിവാക്കാൻ പറ്റും. ഇനി സമയമുള്ളവർക്ക് ഒരു 2-3 പ്രാവശ്യം തന്നെ അരിച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതിനുശേഷം വീണ്ടും വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ 3 കോഴിമുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 3 മുട്ടയും ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ പ്ലമ്മിൻ്റെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ ഇല്ലാത്തവർക്ക് വൈറ്റ് ഷുഗർ തന്നെ ചേർത്ത് കൊടുത്താലും മതിയാകും. അതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ റൂം ടെമ്പറേച്ചറിൽ അലിഞ്ഞ ബട്ടർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒന്ന് ഉരുക്കി തണുപ്പിച്ചതിന് ശേഷവും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ശരിക്കും കാരമൽ സിറപ്പിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഇതിലിപ്പോൾ ചേർത്തൊന്ന് അടിച്ചെടുക്കുന്നത്. അതും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. മിക്സഡ് ഫ്രൂട്ട് ജാമും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതെല്ലാം കൂടി നമ്മൾ തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. കാരമൽ മിക്സ് നല്ല പോലെ തണുത്തതിന് ശേഷമേ ഈ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് നമുക്ക് പണിയായി പോകും. ഇപ്പോൾ ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ മുട്ടയുടെ മിക്സും കാരമൽ മിക്സും കൂടി നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു പകുതി പൊടി ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കിയതിന് ശേഷം ബാക്കി പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം ഞാൻ പകുതി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ഇട്ടങ്ങ് കുത്തിമറിച്ച് മിക്സ് ചെയ്തെടുക്കരുത്. ഇതുപോലൊന്ന് പകുതിയായിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. വളരെ എളുപ്പമാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ബാക്കി പകുതി കൂടി ചേർത്തൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം ഞാൻ ബാക്കി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നട്ട്സ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി വേണം ഇതിലോട്ട് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ലാസ്റ്റിലാണ് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനായി ഞാൻ 1/2 കപ്പ് കാഷ്നട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് തന്നെ എടുക്കണം. മിക്സിയിൽ അടിച്ചാൽ അത് പൊടിഞ്ഞു പോകും. അതുപോലെ 1/2 കപ്പ് ബദാമും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഡയറക്റ്റ് നട്ട്സ് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ മൈദ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് മൈദയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ലാസ്റ്റിൽ നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നട്ട്സ് നല്ല ക്രഞ്ചിയായിട്ട് നമുക്ക് കടിക്കാനായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ മിക്സ് കൂടി ബാറ്ററിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബാറ്റർ ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ടാകും. ഈ സമയത്ത് നമ്മൾ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് വേണം നമ്മൾ കേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ബാറ്റർ റെഡിയായി കഴിയുമ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ടും വെച്ചിട്ടുണ്ട്. 160 ഡിഗ്രിയിൽ 10 മിനിറ്റാണ്. ഇനി ഇതുപോലെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിൽ നല്ലപോലെ ബട്ടറൊക്കെ തേച്ചതിന് ശേഷം ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ മുഴുവൻ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയാണ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൊടുക്കണം. ഇനി നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരിയും വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഏത് ഇട്ട് കൊടുത്താലും പ്രസ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ സ്ട്രോബെറി വെച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഓവൻ പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം 160 ഡിഗ്രി തന്നെ 60 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തത്. ഇപ്പോൾ 60 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കേക്ക് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. സൈഡും എല്ലാം നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല പോലെ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സൈഡും ബാക്കും എല്ലാം നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്.
വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നിങ്ങളുടെ അടുത്ത് വൈൻ ഉണ്ടെങ്കിൽ ഇതിന് മുകളിലോട്ട് കുറച്ച് വൈൻ കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. നല്ലപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു 4-5 മണിക്കൂറിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ടും നല്ലപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്